ഹായ്, എല്ലാവർക്കും ഷേപ്പ് ഓൺലൈൻ PSC കോച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ നൗൺ എന്ന ഭാഗത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, പല പ്രാവശ്യം PSC ഒരു നൗൺ തന്നിട്ട് ഇത് ഏത് തരത്തിലുള്ള നൗണാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്നത് കൈൻഡ്സ് ഓഫ് നൗൺസ്, നാമങ്ങൾ എത്ര തരത്തിൽ, അതായത് നൗൺസ് എത്ര തരത്തിലുണ്ട്, പ്രധാന കാര്യങ്ങൾ മാത്രമേ എഴുതുക. അതായത് നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുള്ളതും അല്ലാതെ നമുക്ക് പ്രയോജനപ്പെടുന്നതായോ ധാരാളം വിവരങ്ങളാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൈൻഡ്സ് ഓഫ് നൗൺസ് ആണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. അത് ഭംഗിയായിട്ട് പഠിച്ചെടുക്കുക, കാരണം അത് നമുക്ക് ആവശ്യമുണ്ട്. ഏതെങ്കിലും ഒരു നൗൺ തന്നിട്ട് ഇത് ഏത് തരത്തിലുള്ള നൗണാണെന്ന് നമ്മളോട് ചോദ്യം വരും. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് വളരെ സിമ്പിളായിട്ട് തന്നെയാണ് അത് പറയുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കുക, അത് മനസ്സിലാവും. അതുകൊണ്ടത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പ്രധാനമായിട്ട് നമുക്ക് നൗണിനെ ഇങ്ങനെ തിരിക്കാം. അതായത് പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ, കോൺക്രീറ്റ് നൗൺ, അബ്സ്ട്രാക്റ്റ് നൗൺ. ഇങ്ങനെ നമുക്കൊന്ന് തിരിച്ചു നോക്കാം. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, വളരെ ഇതായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നോക്കുക. പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ, കോൺക്രീറ്റ് നൗൺ, അബ്സ്ട്രാക്റ്റ് നൗൺ, കൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിൾ നൗൺ. ഇത്രയും കാര്യങ്ങളെ നമ്മൾ പഠിക്കുന്നുള്ളൂ. പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് 4-5 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ, കോൺക്രീറ്റ് നൗൺ, അബ്സ്ട്രാക്റ്റ് നൗൺ, കൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിൾ നൗൺ. ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നുകൂടെ നോക്കുക. പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ, കോൺക്രീറ്റ് നൗൺ, അബ്സ്ട്രാക്റ്റ് നൗൺ, കൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിൾ നൗൺ. ഇങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് വിഭാഗങ്ങൾ മാത്രമാണ് പഠിക്കുന്നത്. അത് നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം നമുക്ക് പ്രോപ്പർ നൗൺ നോക്കാം. പ്രോപ്പർ നൗൺ, പ്രോപ്പർ നൗൺ എന്താ പറയുന്നത്? നെയിം ഓഫ് പർട്ടിക്കുലർ പേഴ്സൺ ഓർ പ്ലേസ് എന്നാണ്. നെയിം ഓഫ് എ പർട്ടിക്കുലർ പേഴ്സൺ ഓർ പ്ലേസ്. എ പർട്ടിക്കുലർ പേഴ്സൺ, ഒരു പ്രത്യേക വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ പേരാണ്. കേട്ടാൽ നമുക്ക് മനസ്സിലാവും. നെയിം ഓഫ് എ പർട്ടിക്കുലർ പേഴ്സൺ ഓർ പ്ലേസ്, അതാണിത് പ്രോപ്പർ നൗൺ. ഒന്നുകൂടെ പഠിച്ച്, പ്രോപ്പർ നൗൺ, നെയിം ഓഫ് എ പർട്ടിക്കുലർ പേഴ്സൺ ഓർ പ്ലേസ്. അതിൻ്റെ ഉദാഹരണം നോക്കിയേ. രാം, നമ്മളൊരാളെ വിളിക്കുന്നത് രാം. എല്ലാ ആളുകളും രാമല്ലല്ലോ. രാം എന്ന് പേരുള്ള ഒരാളാണ്. അപ്പോൾ അതൊരു പ്രത്യേക വ്യക്തിയാണ്. അതുപോലെ സീത, എല്ലാവരുടെയും പേര് സീത എന്നല്ലല്ലോ, ഒരാളുടെ പേരായിരിക്കും സീത. അപ്പോൾ ആ സീത എന്നതൊരു പ്രത്യേക വ്യക്തിയാണ്. ഇനി അശോക ചക്രവർത്തിയാണ്. എല്ലാ ചക്രവർത്തിമാരും അശോകന്മാരല്ല, അതുകൊണ്ട് അശോക ഒരു പർട്ടിക്കുലർ വണ്ണാണ്. അതുപോലെ പാല, നമ്മളൊരു സ്ഥലം പറയുകയാണ് പാല. എല്ലാ സ്ഥലങ്ങളും പാലയല്ലോ, പക്ഷേ ആ ഒരു പ്രത്യേക ടൗണിനെ നമ്മൾ വിളിക്കുന്നത് പാല. അതുപോലെ കൊല്ലം ഒരു ജില്ലയാണ്, കൊല്ലം. നമ്മൾ ഒരു പ്രത്യേക ഇതാണ്, അതുകൊണ്ട് അതങ്ങനെ. ഇപ്പോൾ 14 ജില്ലകളുണ്ട്, അതിൽ ഒരെണ്ണം മാത്രമാണ് കൊല്ലം. അതുപോലെ ഇന്ത്യ, എല്ലാ രാജ്യങ്ങളും ഇന്ത്യയല്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക എൻറ്റിറ്റിയാണ്, ഒരു പ്രത്യേക രാജ്യമാണ്. അതുപോലെ ഇറ്റലി എന്ന് പറഞ്ഞാലും വേറൊരു പ്രത്യേക രാജ്യമാണ്. അപ്പോൾ മനസ്സിലാകുമല്ലോ, പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് എ പർട്ടിക്കുലർ പേഴ്സൺ ഓർ പ്ലേസ്, ഒരു പ്രത്യേക വ്യക്തിയുടെയോ പ്രത്യേക സ്ഥലത്തിൻ്റെയോ പേരാണ്. മനസ്സിലാകുമോ? ഇപ്പോൾ രാമെന്ന് പറഞ്ഞാലും സീത എന്ന് പറഞ്ഞാലും ഹരി എന്ന് പറഞ്ഞാലും ഗോപാലൻ എന്ന് പറഞ്ഞാലും അശോകൻ എന്ന് പറഞ്ഞാലും അതൊക്കെ വ്യക്തികളുടെ, ഓരോരോ വ്യക്തികളുടെ പേരാണ്. അങ്ങനെ ഒരു വ്യക്തികളുടെ പേരാണെങ്കിൽ, ഒരു പ്രത്യേക വ്യക്തിയുടെ പേരാണെങ്കിൽ അതിന് നമുക്ക് തീർച്ചയായിട്ടും പ്രോപ്പർ നൗൺ എന്നേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ രാജ്യങ്ങളുടെ പേര് വരാം. ഇപ്പോൾ ഓരോ രാജ്യം, വിപുലമായ ഒരു രാജ്യമല്ല പറയണം, പക്ഷെ ഒരു രാജ്യത്തിൻ്റെ, ഒരു പ്രത്യേക രാജ്യത്തിൻ്റെ പേരാണ് പറയുന്നത്. ആ ഏതൊരു രാജ്യവും പേരിൽ അറിയപ്പെട്ടാൽ നമുക്കത് ഒരു പ്രോപ്പർ നൗണാന്ന് പറയാം, ഒരു പ്രോപ്പർ നൗണാണ്. അപ്പോൾ പ്രോപ്പർ നൗൺ ഈസ് നെയിം ഓഫ് എ പർട്ടിക്കുലർ പേഴ്സൺ ഓർ പ്ലേസ്, ഒരു പ്രത്യേക വ്യക്തിയുടെയോ ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെയോ പേരിനാണ് നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. മനസ്സിലാവുമല്ലോ പ്രോപ്പർ നൗൺ? ഒരു 2-3 ഉദാഹരണം കൂടി പറഞ്ഞേ. കൗസല്യ, കൈകേയി, ദശരഥൻ, പുരാണങ്ങളെ എല്ലാ പേരും പറയാം. യെസ്, ഹുസൈൻ, തോമസ്, ഇതെല്ലാം ഓരോ വ്യക്തിയുടെ പേരുകളാണ്. അങ്ങനെ ആ വ്യക്തികളുടെ പേര് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രത്യേക സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ അതെല്ലാം പ്രോപ്പർ നൗണിൽ വരും. നൗൺ എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് എനിത്തിങ് ആണല്ലോ, എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദമാണ് നൗൺ. അപ്പോൾ ഇത് പ്രത്യേക വ്യക്തിയുടെയോ പ്രത്യേക സ്ഥലത്തിൻ്റെയോ പേരാണെങ്കിൽ അതെപ്പോഴും എന്തായിരിക്കും? പ്രോപ്പർ നൗൺ ആയിരിക്കും. മനസ്സിലാകില്ലേ? തീർച്ചയായിട്ടും അത് മനസ്സിലാകാം.
അടുത്ത നൗൺ നോക്കിയേ, കോമൺ നൗണാണ്. കോമൺ നൗൺ, ദാറ്റ് മീൻസ് നെയിം ഗിവൺ ഇൻ കോമൺ. പൊതുവായിട്ട് കൊടുത്തിരിക്കുന്ന പേരുകളാണല്ലോ. ഏതെങ്കിലും ഒരു നൗണിന് പൊതുവായിട്ട് കൊടുക്കുന്ന പേര്. ഇപ്പോൾ രാം എന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു. രാം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പ്രത്യേക വ്യക്തിയുടെ പേരാണ്. പ്രത്യേക വ്യക്തിയുടെ പേരാണ്. ബോയി എന്ന് പറഞ്ഞാലോ, ബോയി ഒരു വിഭാഗത്തിന് കൊടുത്തിരിക്കുന്നതാണ് അല്ലേ. ബോയി ആൺകുട്ടികളുടെ എല്ലാ വിഭാഗത്തിനും, ആ വിഭാഗത്തിൽ പെടുന്ന ഏതൊരു കുട്ടിയെ കണ്ടാലും ഹീസ് എ ബോയ് നമുക്ക് പറയാൻ പറ്റും, അല്ലെ നമുക്ക് തോന്നും ഹീസ് എ ബോയ്. അപ്പോൾ രാം ഈസ് എ ഗുഡ് ബോയ് എന്നുള്ളത് രാം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ നൗണും ബോയ് എന്നുള്ളത് കോമൺ നൗണും ആവും. ഗേൾ എന്ന് പറഞ്ഞാലും കോമൺ നൗണാണ്. ഇപ്പോൾ സിറ്റി, കൊൽക്കത്ത എന്ന് പറഞ്ഞാൽ അത് പ്രോപ്പർ നൗണാണ്. ഈസ് എ ലാർജ് സിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു സിറ്റി, എല്ലാ സിറ്റികളാണ്. അപ്പോൾ അതൊരു കോമൺ നൗണാണ്. അതുപോലെ ഇന്ത്യ ഈസ് മൈ കൺട്രി, അത് നമ്മുടെ രാജ്യത്താണ്. പക്ഷേ ഓൾ കൺട്രീസ്, മറ്റ് രാജ്യങ്ങളെല്ലാത്തിനും കൂടി നമുക്ക് കൺട്രി എന്ന് പറയണം. അതിനൊരു പേരില്ല. അപ്പോൾ പേര് വരുമ്പോൾ മാത്രമേ അത് പ്രോപ്പർ നൗൺ ആവുള്ളൂ, അല്ലെങ്കിൽ അത് കോമൺ നൗണാണ്. മനസ്സിലാവുമോ? ഒന്നുകൂടെ നോക്കിയേ. കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ നെയിം ഗീവൺ ഇൻ കോമൺ. കോമൺ എന്ന് പറഞ്ഞാൽ പൊതുവായി. അപ്പോൾ പൊതുവായി എല്ലാത്തിനും കൂടി കൊടുത്തിരിക്കുന്ന ഒരു പേരാണിത് കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ബോയ് എന്ന് പറഞ്ഞാലോ, ഗേൾ എന്ന് പറഞ്ഞാലോ, സിറ്റി എന്ന് പറഞ്ഞാലോ, കൺട്രി എന്ന് പറഞ്ഞാലോ ഒക്കെ ഇത്തരത്തിലുള്ള നൗണുകൾക്ക് ഉദാഹരണമാണ്. ഒരു ക്ലാസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന, ഒരു ഗ്രൂപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുക, ഒരു 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 എന്താ പറയുക, ഒരു ഡിവിഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന. ഇപ്പോൾ നമുക്ക് കണ്ടാൽ നമുക്കറിയാം പ്രത്യേക പേരാണ്. ഇപ്പോൾ സിറ്റി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതൊരു കോമൺ നെയിമാണ്. ഒത്തിരി സിറ്റീസും ഉണ്ട്. പക്ഷേ എറണാകുളം അല്ലെങ്കിൽ കൊച്ചി എന്ന് പറഞ്ഞാൽ അതൊരു പ്രോപ്പർ നൗൺ സിറ്റിയാണ്. അതുപോലെ തന്നെ കോട്ടയം എന്ന് പറഞ്ഞാലും അതൊരു പ്രോപ്പർ നൗണാണ്, പേരുണ്ട്. അപ്പോൾ പേര് വന്നാൽ അത് പ്രോപ്പറായി, അല്ലെങ്കിൽ അത് കോമൺ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ രാമ ഈസ് എ ഗുഡ് ബോയ്, ഞാൻ പറഞ്ഞ ബോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ നൗണാണ്. ഗേൾ എന്ന് പറഞ്ഞാൽ കോമൺ നൗണാണ്. സിറ്റി എന്ന് പറഞ്ഞാൽ കോമൺ നൗണാണ്. കൺട്രി എന്ന് പറഞ്ഞാൽ കോമൺ നൗണാണ്. പക്ഷേ ഇതിനൊക്കെ നമ്മൾ പേര് ഇട്ട് കൊടുത്ത് നോക്ക്. ബോയ്ക്ക് നമ്മൾ രാം എന്ന് പേരിട്ട്, രാം എന്തായി? പ്രോപ്പർ നൗണാണ്. ഗേളിന് സീത എന്നിട്ട് നോക്ക്, അത് എന്തായി? അത് പ്രോപ്പർ നൗണാണ്. സിറ്റിക്ക് കോട്ടയം എന്നിട്ട് നോക്ക്, അല്ലെ കൊച്ചി എന്നിട്ട് നോക്ക്, അത് പ്രോപ്പർ നൗണായി. കൺട്രിക്ക് ഇറ്റലിയെന്നോ ഇന്ത്യയെന്നോ അമേരിക്കയെന്നോ ഒക്കെ പേര് കൊടുത്ത് നോക്കൂ, അപ്പോൾ അത് പ്രോപ്പർ നൗണാവും. അപ്പോൾ അല്ലെങ്കിൽ ഇത് എന്തായി? കോമൺ നൗണാണ്. അപ്പോൾ കോമൺ നൗൺ ഈസ് ദ നെയിം ഈസ് ദ നൗൺ ഇൻ നെയിം ഗിവൺ ഇൻ കോമൺ. പൊതുവായിട്ട് കൊടുത്തിരിക്കുന്ന പേര്. ഏതെങ്കിലും ഒരു ക്ലാസ്സിന്, ഒരു ഗ്രൂപ്പിന്, ഒരു വർഗത്തിന് ഒരു പൊതുവായ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേരുകൾ എല്ലാം എന്തായിരിക്കും? അത് കോമൺ നൗൺ ആയിരിക്കും. അപ്പോൾ പ്രോപ്പർ നൗണും കോമൺ നൗണും തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. പ്രോപ്പർ നൗണും കോമൺ നൗണും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, പ്രോപ്പർ നൗൺ ഈസ് ദ പർട്ടിക്കുലർ പേഴ്സൺ, ഒരു പ്രത്യേക വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് പ്രോപ്പർ നൗൺ. നേരെ മറിച്ച് കോമൺ നൗൺ ആകട്ടെ നെയിം ഗിവൺ ഇൻ കോമൺ ആണ്, എല്ലാവർക്കും കൂടി ഒന്നിച്ച് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് എന്ത്? കോമൺ നൗൺ. അപ്പോൾ കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ നെയിം ഗിവൺ ഇൻ കോമൺ. പ്രോപ്പർ നൗണോ? പ്രോപ്പർ നൗൺ ഈസ് ദ നെയിം ഓഫ് എ പർട്ടിക്കുലർ പേഴ്സൺ. മനസ്സിലാവുമല്ലോ? മനസ്സിലാവും. നോക്കുക, രാം എന്തായി? രാം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം പ്രോപ്പർ നൗണാണ്. ഈസ് എ യങ് ബോയ് എന്ന് പറഞ്ഞാൽ കോമൺ നൗണ്. ഇനി അശോകവാസാൻ എംപറർ നമ്മൾ പറയുകയാണ്. അശോക ആരാണ്? പറഞ്ഞേ. പ്രോപ്പർ നൗണാണ്. യെസ്, വെരി ഗുഡ്. വാസ് ആൻ എംപറർ. എംപറർ എന്ന് പറഞ്ഞാലോ അതൊരു കോമൺ നൗണാണ്. കാരണം ചക്രവർത്തിമാരെ മുഴുവൻ നമ്മൾ ആ പേരിലാണ് വിളിക്കുന്നത്. കോമൺ നൗണാണ് എംപറർ. അപ്പോൾ അശോക വാസ് ആൻ എംപറർ എന്ന് പറഞ്ഞാൽ അശോക പ്രോപ്പർ നൗണും എംപറർ എന്തുമായി? കോമൺ നൗണും ആയി. അപ്പോൾ ഇന്ത്യ ഈസ് മൈ കൺട്രി. ഇന്ത്യ ഈസ് മൈ കൺട്രി എന്തായി? ഒരു കൺട്രിയാണ്. ഓരോരുത്തർക്കും പറയാം. ഇന്ത്യ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ നൗണാണ്. കൺട്രി എന്ന് പറഞ്ഞാൽ കോമൺ നൗണായി. കോമൺ ഒത്തിരി കൺട്രീസ് ഇല്ലേ ലോകം മുഴുവനായിട്ട്? ധാരാളം 193 ഔദ്യോഗിക രാജ്യങ്ങളുണ്ടെന്ന് നമുക്ക് അറിയാം. അപ്പോൾ അത് ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യ പ്രോപ്പർ നൗണാണ്, കൺട്രി എന്ന് പറഞ്ഞാൽ കോമൺ നൗണാണ്. അപ്പോൾ ഡൽഹി ഈസ് എ ലാർജ് സിറ്റി. അവിടെ ഡൽഹി എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ നൗണാണ്, സിറ്റി എന്ന് പറഞ്ഞാൽ കോമൺ നൗണാണ്. മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ. സോ പഠിക്കാനല്ല പോയി. അടുത്ത നമുക്ക് കളക്റ്റീവ് നൗണിനെ കുറിച്ച് നോക്കാം. കളക്റ്റീവ് നൗൺ എന്താണ്? കളക്റ്റീവ് നൗൺ നോക്കിയേ. നെയിം ഓഫ് നമ്പേഴ്സ് ഓർ കളക്ഷൻസ് ടേക്കൻ ടുഗദർ. ഒരു കൂട്ടത്തിനെ ഒന്നിച്ച് കാണുന്നതാണ്. കുറേ എണ്ണത്തിനെ ഒന്നിച്ച് കാണുക. കളക്ഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടം. ഒരു കൂട്ടത്തിനെയോ കുറേ എണ്ണത്തിനെയൊക്കെ ഒന്നിച്ച് കാണുക, എന്നിട്ടത് ഒന്നായിട്ട് രീതിയിൽ സംസാരിക്കും. ഇപ്പോൾ ഉദാഹരണം നമുക്ക് ക്രൗഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആൾക്കൂട്ടം. എത്ര പേരുണ്ട്? ഒത്തിരി ഉണ്ട്. പക്ഷെ നമ്മൾ ഒറ്റ വാക്കിലാണ് അത് സൂചിപ്പിക്കുന്നത്.
ക്രൗഡ്. മോബ് എന്ന് പറഞ്ഞാൽ അത് തന്നെ, ആൾക്കൂട്ടമാണ് മോബ്. അത് ഒറ്റ വാക്കിൽ നമുക്ക് ആ ഒരു ഗ്രൂപ്പിന്. ഈ ടീം എന്ന് പറഞ്ഞാലോ, ടീം കുറേ പേര് കൂടുന്നതല്ലേ ടീം, പക്ഷെ ഒരൊറ്റ വാക്കുകൊണ്ടാണ് നമ്മളത് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഫ്ലീറ്റ്, ഇപ്പോൾ കപ്പലിൻ്റെ കൂട്ടത്തെ, ഇത്തിരി കുറേ കപ്പൽ കിടപ്പുണ്ട്, അത് നമുക്ക് ഫ്ലീറ്റ് ഓഫ് ഷിപ്പ് എന്നേ പറയുള്ളൂ, കൂട്ടം. അത് ആ വാക്കുകൊണ്ട്, ഒറ്റ വാക്കുകൊണ്ട് സൂചിപ്പിക്കണം. ഫ്ലോക്ക്, ഇപ്പോൾ ആടുകളുടെ കൂട്ടത്തെ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് നമുക്ക് പറയാൻ പറ്റും, കൂട്ടമാണ്. ഇനി ആർമി, നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് ആർമി. ആർമി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർമി ഒരു വലിയ ഒരു സൈന്യം, കൂട്ടമാണ്, പക്ഷേ ഒത്തിരി ആളുകൾ അതിനകത്തുണ്ട്. ജൂറി, ഇപ്പോൾ ജൂറി എന്ന് പറഞ്ഞാൽ എന്താ? ടീം ഓഫ് ജഡ്ജസ് ആണ്, ഒരു കൂട്ടം ജഡ്ജിമാരുടെ കൂട്ടമാണ്. അപ്പോൾ ആ കൂട്ടത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൂട്ടത്തെ, ഗ്രൂപ്പിനെ കാണിക്കുന്ന പേരുകളാണ് വാസ്തവത്തിൽ എന്ത്? ഈ കളക്റ്റീവ് നൗൺസ് എന്ന് പറയാം. അത് കളക്ഷനെ ഒന്നായിട്ട് കാണിക്കുന്നത്, അല്ലെ നമ്പർ ഓഫ് ധാരാളം നമ്പറിനെ, എണ്ണത്തെ ഒന്നായിട്ട് കാണിക്കുന്നത്, അല്ലെ ഒരു കൂട്ടത്തെ ഒറ്റയായിട്ട് കണ്ടുകൊണ്ട് കൊടുക്കുന്ന പേരുകളാണ് ഈ കളക്റ്റീവ് നൗൺസ് എന്ന് പറഞ്ഞാൽ. മനസ്സിലാവുമോ? കളക്റ്റീവ് നൗൺസ് നെയിം ഓഫ് നമ്പേഴ്സ് ഓർ കളക്ഷൻസ് ടേക്കൻ ടുഗദർ, ഒന്നായിട്ട്, ഇതിനെല്ലാം കൂടി ഒന്നായിട്ട് എടുക്കുമ്പോഴാണ് നമുക്കത് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് നമ്മുടെ വീടുണ്ട്, ഇപ്പോൾ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എല്ലാവരും ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, എല്ലാവരും കൂടി ഒറ്റ വാക്കിലാണ് പറഞ്ഞോളൂ ഫാമിലി. അപ്പോൾ ഇങ്ങനെ ഇതേപോലെയുള്ള വാക്കുകളെ നമുക്ക് എന്താ ചെയ്യാം? കളക്റ്റീവ് നൗണാണെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ പോലീസ് എന്ന് നിങ്ങൾ കേൾക്കുക, പോലീസ് എന്ത് മനസ്സിലാവും? അതെന്ത് നൗണാണ്? പോലീസ് എന്ന് കേട്ടാൽ അത് കളക്റ്റീവ് നൗണാണ്, തീർച്ചയായിട്ടും അറിയാം. കാരണം പോലീസ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംസ്ഥാനത്തിൻ്റെ ഒരു സേനയാണ്, അതുകൊണ്ട് അവരെ നമ്മൾ ഒരു കൂട്ടമായിട്ടാണ് പറയുന്നത് പോലീസ്. അപ്പോൾ ഇതേപോലുള്ള വാക്കുകളെയാണ്, ഒരു ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് എന്ത്? കളക്റ്റീവ് നൗൺ. അവിടെ ധാരാളം നമ്പേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ധാരാളം കൂട്ടങ്ങളുണ്ടാവും. അത് എല്ലാം കൂടി ഒന്നിച്ച്, ടേക്കൻ ടുഗദർ, എല്ലാം കൂടി ഒന്നിച്ചെടുത്ത് ഒരു വാക്കുകൊണ്ട് സൂചിപ്പിക്കണമാണ് നമ്മളത് കളക്റ്റീവ് നൗൺ എന്ന് പറയും. അപ്പോൾ കളക്റ്റീവ് നൗൺ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കളക്റ്റീവ് നൗൺ സെപ്പറേറ്റ് നമ്മൾ കുറച്ച് പഠിക്കേണ്ടതുണ്ട്. കാരണം PSC ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഫ്ലീറ്റ് അല്ലെ ഫ്ലോക്ക്, ഇതൊക്കെ പല പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റ് തൊട്ടടുത്ത ദിവസം തന്നെ വരുന്നുണ്ട്, ലിസ്റ്റ് ഓഫ് കളക്റ്റീവ് നൗൺസ്, ഇമ്പോർട്ടൻറ്റ് കളക്റ്റീവ് നൗൺസ്. ധാരാളമുണ്ട്, അത് മുഴുവൻ നമ്മൾ പഠിക്കേണ്ട. നമ്മൾ PSCക്ക് വേണ്ടിയിട്ട് അത് എന്ത് ചെയ്യുന്നു? ആ ലിസ്റ്റ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ ആ ഒരു ലിസ്റ്റ് നമുക്ക്, ലിസ്റ്റ് ഓഫ് കളക്റ്റീവ് നൗൺസ്, അത് അങ്ങനെ തന്നെ പഠിക്കണം. ഒരു അധികമൊന്നുമില്ല, സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറേ മേഖലകളുണ്ട്, അതിനകത്ത് നിന്ന് എടുത്ത് ഒരു 10-15 എണ്ണം നമ്മൾ കൃത്യമായിട്ട് തരുന്നുണ്ട്. അത് അപ്പോൾ അതൊന്ന് പഠിക്കുക. എന്തായാലും കളക്റ്റീവ് നൗൺ എന്താണെന്നറിയാം. ഇറ്റ് ഈസ് നെയിം ഓഫ് നമ്പേഴ്സാണ്, എണ്ണത്തിൻ്റെ പേരാണ്. പിന്നെ എങ്ങനെ? ടേക്കൻ ടുഗദർ, ഒന്നിച്ചെടുത്തിട്ടുള്ള ആ കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കളക്റ്റീവ് നൗൺ എന്ന് പറയുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കളക്റ്റീവ് നൗൺ അതേപോലെ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പലപ്പോഴും ചോദിച്ചിരുന്നു, ഇപ്പോൾ ഫ്ലീറ്റ്, അതിൻ്റെ ഡാഷ് ഓഫ് ഷിപ്പ്, ഇപ്പോൾ ഷിപ്പിൻ്റെ കൂടെ വരുന്ന കൂട്ടത്തിൻ്റെ പേര് അതങ്ങനെ ചോദിക്കുക, ഫ്ലീറ്റ് ഓഫ് ഷിപ്പ് എന്നാണ്. അപ്പോൾ ആ തരത്തിൽ അത് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അന്നേരം കൂടുതലായിട്ടത് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും അത് കാണണം, അത് നല്ലപോലെ പഠിക്കണം. ഇന്നുവരെയും ചോദിച്ചിട്ടുള്ള എല്ലാം കൂടി സെലക്ട് ചെയ്തിട്ടാണ് അത് വരുന്നതെന്ന് നിങ്ങൾ അറിയുക. അതിനകത്തൊരെണ്ണമാണ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള, അപ്പോൾ സോ വാട്ട് ഈസ് കളക്റ്റീവ് നൗൺ? ഇറ്റ് ഈസ് എ നെയിം ഓഫ് നമ്പേഴ്സ് ഓർ കളക്ഷൻസ് ടേക്കൻ ടുഗദർ, ഒരുമിച്ചെടുത്തിട്ടുള്ള ആ പേരാണ് ഈ ആർമി എന്ന് പറഞ്ഞാലോ, പോലീസ് എന്ന് പറഞ്ഞാലോ, ടീം എന്ന് പറഞ്ഞാലോ ഒക്കെ നമുക്ക് കിട്ടുക. അടുത്തത് അബ്സ്ട്രാക്റ്റ് നൗൺ നോക്കാം. എന്താണ് അബ്സ്ട്രാക്റ്റ് നൗൺ? അബ്സ്ട്രാക്റ്റ് നൗൺ ഈസ് ദ നെയിം ഓഫ് തിങ്സ് ഓർ ക്വാളിറ്റീസ് ദാറ്റ് വി കനോട്ട് സീ ഓർ ടച്ച്. നമുക്ക് കാണുകയും തൊടുകയും പറ്റാത്ത ആശയങ്ങളാണ്, ഗുണങ്ങളാണ് അബ്സ്ട്രാക്റ്റ് നൗൺസ് എന്ന് പറയും. അബ്സ്ട്രാക്റ്റ് നൗൺ ഈസ് ദ നെയിം ഓഫ് തിങ്സ് ഓർ ക്വാളിറ്റീസ് ദാറ്റ് വി കനോട്ട് സീ ഓർ ടച്ച്. നമുക്ക് കാണുകയും തൊടുകയും പറ്റാത്ത, ഇപ്പോൾ ഞാൻ ലവ് എന്ന് പറഞ്ഞ് ഫീൽ ചെയ്യാം, പക്ഷെ കാണാനും തൊടാനും പറ്റില്ല. ലവ്. ട്രൂത്ത്, ഫീൽ ചെയ്യാം, സത്യസന്ധത, അത് നമുക്ക് ഫീൽ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. വി കനോട്ട് സീ ഓർ ടച്ച്. അതുപോലെ തന്നെ കൈൻഡ്നെസ്, ദയ, അനുഭവിക്കാം. തൊടാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? ഇല്ല, പറ്റുള്ളൂ. ബ്യൂട്ടി, ഭംഗി, ആസ്വദിക്കാൻ മാത്രമേ പറ്റുള്ളൂ. കാണാനും കഴിയില്ല, തൊടാനും കഴിയില്ല. സ്മാർട്ട്, കുട്ടി സ്മാർട്ടാണ്, മിടുക്കനാണ്, സാമർഥ്യമുള്ളവർ. അത് ആ സാമർഥ്യം നമുക്ക് കാണാനാണ് സാധിക്കാത്തത്, പക്ഷേ ഫീൽ ചെയ്യാൻ സാധിക്കും. അത് തൊടുവാനും പറ്റില്ല, കാണാനും പറ്റില്ല. ഡ്രീം,
കാണാൻ പറ്റില്ല. ഡ്രീം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് കാണുന്നുണ്ടെന്ന്, പക്ഷെ അത് നമുക്ക് തൊടാൻ കഴിയില്ല. അങ്ങനത്തെ കാണുകയും തൊടുകയും ചെയ്ത്, അത് കോൺക്രീറ്റ് അല്ലാത്ത. അപ്പോൾ അത് കൂടി ഒന്ന് അബ്സ്ട്രാക്റ്റിൻ്റെ ഓപ്പോസിറ്റ് കോൺക്രീറ്റ് ആണ്. അപ്പോൾ കോൺക്രീറ്റ് നൗണുണ്ട്. ആ കോൺക്രീറ്റ് നൗൺ തന്നെ അന്നും കൂടി ഒന്ന് പഠിച്ച് നോക്കാം. ഇപ്പോൾ ബുക്ക് എന്ന് പറയും കോൺക്രീറ്റ് നൗണാണ് ബുക്ക്. കാരണം എന്താ, യു ക്യാൻ സീ ഓർ ടച്ച്, നമുക്ക് കാണുകയും തൊടുകയും ചെയ്യാം. ആ പ്ലേറ്റ്, അതെ പ്ലേറ്റ് എന്താണ്, അതൊരു കോൺക്രീറ്റ് നൗണാണ്. അത് നമുക്ക് കാണാം തൊടാം. ബെഞ്ച്, കസേര, ടീപ്പോയി, വീട്, ഇതൊക്കെ എന്താണ്, ഹൗസ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും, സി ദേ ആർ ഓൾ കോൺക്രീറ്റ് നൗൺസ്. പക്ഷേ ഐഡിയാസ് ഉണ്ട്, അത് ക്വാളിറ്റിയാണ്. അബ്സ്ട്രാക്റ്റ്, ഇപ്പം എൻവി എന്ന് ഞാൻ പറയാം, അസൂയ, അതൊരു ക്വാളിറ്റിയാണ്. അത് നമുക്ക് അനുഭവിക്കാനേ പറ്റുള്ളൂ, കാണാൻ കഴിയില്ല. അപ്പോൾ കാണുകയോ തൊടുകയോ ചെയ്യാൻ കഴിയാത്ത നൗണുകളിൽ എന്ത് നൗണെന്ന് പറയും, അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയും. ദേ ആർ ഓൺലി ഐഡിയാസ് ഓർ ക്വാളിറ്റീസ് ഓർ തിങ്സ് ദാറ്റ് വി കനോട്ട് സീ ഓർ ടച്ച്. കാണുകയും തൊടുകയും ചെയ്യാൻ പറ്റാത്ത ഇതാണ് നമുക്ക് എന്ത് ചെയ്യുക, അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുക. ഇത് നേരെ ഓപ്പോസിറ്റാണ് എന്ത്, കോൺക്രീറ്റ് നൗൺ. കോൺക്രീറ്റ് നൗൺ രണ്ടെണ്ണം എന്ന് പറഞ്ഞ് കമ്പ്യൂട്ടർ, യെസ്, പെൻ, ബുക്ക്, യെസ്, സ്റ്റോൺസ്, കല്ല്, കാണാം. അപ്പോൾ അങ്ങനെ കാണുകയും തൊടുകയും ചെയ്യാവുന്നത് കോൺക്രീറ്റ് നൗൺ. അത് കഴിയാത്തത്, കാണുകയും തൊടുകയും ചെയ്യാൻ കഴിയാത്തത്, അത് അബ്സ്ട്രാക്റ്റ് നൗൺ. അപ്പോൾ അബ്സ്ട്രാക്റ്റ് നൗൺ പഠിക്കുമ്പോൾ ഈ കൂടെ തന്നെ കോൺക്രീറ്റ് നൗൺ പഠിക്കണം. കോൺക്രീറ്റ് നൗൺ അത് കൃത്യമാണ്, നമുക്ക് കാണാം തൊടാം. ഇനി കൗണ്ടബിൾ നൗൺസ് ഉണ്ട്. അതെന്താണെന്ന് നോക്കിയാൽ, കൗണ്ടബിൾ നൗൺ ഈസ് ദ നെയിം ഓഫ് തിങ്സ് ദാറ്റ് വി ക്യാൻ കൗണ്ട്. എണ്ണാൻ പറ്റുന്ന വസ്തുക്കളുടെ പേരുകളാണ്, എണ്ണാൻ പറ്റുന്നത്. ഇപ്പോൾ ബുക്ക് എന്ന് പറഞ്ഞാൽ എണ്ണാമോ, തീർച്ചയായിട്ടും നമ്മൾ 2 ബുക്ക് 3 ബുക്ക് 4 ബുക്ക് എണ്ണിയെടുക്കാം. പെൻ എണ്ണാൻ പറ്റും. ആപ്പിൾ എണ്ണാൻ പറ്റും. ബോയ് എണ്ണാൻ പറ്റും. ഇനി എണ്ണാൻ പറ്റാത്ത ഏതെങ്കിലും കൂടി കാണുമ്പോൾ, വാട്ടർ എണ്ണാൻ പറ്റുമോ, ഇല്ല. മണി, പണം എണ്ണാൻ പറ്റുമോ, ഇല്ല. പണം എണ്ണാൻ പറ്റുമോ ഇപ്പോൾ പലർക്കും സംശയം വന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെയും പണം എണ്ണുന്നവരുണ്ട്. പക്ഷേ ആ പണം അല്ല അവർ എണ്ണുന്നത്. പിന്നെയോ കറൻസിയോ കോയിൻസോ മാത്രമേ എണ്ണാൻ പറ്റുള്ളൂ. മണി അതൊരു അബ്സ്ട്രാക്റ്റ് ഐഡിയ ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു അൺകൗണ്ടബിൾ നൗണാണെന്ന് പറയുക. അൺകൗണ്ടബിൾ നൗൺ, അത് എണ്ണാൻ പറ്റില്ല. മിൽക്ക്, പാല് എണ്ണാൻ പറ്റില്ല. ഓയിൽ എണ്ണാൻ പറ്റില്ല. പക്ഷേ ബോട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും, എണ്ണാൻ പറ്റും. ബോട്ടിൽ ഇപ്പോൾ മിൽക്ക് ഒഴിക്കുന്ന ക്യാൻസ് നമുക്ക് എണ്ണാൻ പറ്റും. മണി വെച്ചിരിക്കുന്ന പെട്ടി വേണേൽ, ബോക്സ് വേണേൽ എണ്ണാൻ പറ്റും. വാട്ടർ ഒഴിച്ചു വയ്ക്കുന്ന മറ്റേ ടാങ്ക് വേണമെങ്കിൽ എണ്ണാൻ പറ്റും. പക്ഷേ വാട്ടർ എണ്ണാൻ പറ്റില്ല, മണി എണ്ണാൻ പറ്റില്ല, മിൽക്ക് എണ്ണാൻ പറ്റില്ല, ഓയിൽ എണ്ണാൻ പറ്റില്ല. അങ്ങനെ ധാരാളം എണ്ണമുണ്ട്, അതൊന്നും നമുക്ക് എണ്ണാൻ പറ്റില്ല. അപ്പോൾ എണ്ണാൻ പറ്റാത്ത നാമങ്ങൾ എപ്പോഴും എന്തായിരിക്കണം, അത് അൺകൗണ്ടബിൾ ആകണം. എണ്ണാവുന്ന നാമങ്ങൾ കൗണ്ടബിളും ആയിരിക്കും. ഇപ്പോൾ ഞാനൊരു വാക്ക് പറയാം, സ്റ്റാർസ്. എണ്ണാമോ ഇല്ലെന്ന് പറഞ്ഞ്, സ്റ്റാർസ് കിട്ടിയില്ലേ. എന്താണ്, ചിലരത് എണ്ണാൻ പറ്റില്ലാത്തതെന്നാണ് പറയുന്നത്. കാരണം എണ്ണി തീർക്കാനല്ല ഞാൻ പറഞ്ഞത്. പിന്നെയോ 1 2 3 4 5 നമുക്കത് എണ്ണാം. അപ്പോൾ അങ്ങനെ എണ്ണാവുന്ന നൗണുകളാണ് കൗണ്ടബിൾ നൗൺസ്. എണ്ണാൻ പറ്റാത്ത, ഇപ്പോൾ ഇത് ആകാശത്തുള്ള നക്ഷത്രങ്ങൾ എണ്ണി തീർക്കാനല്ല പറഞ്ഞത്. ബട്ട് വെദർ യു ക്യാൻ കൗണ്ട് ഇറ്റ് ഓർ നോട്ട്, അത് കൗണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രമേ ചോദ്യമുള്ളൂ. തീർച്ചയായിട്ടും അത് പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം കൗണ്ടബിൾ നൗണാണ്. എണ്ണാൻ പറ്റാത്തത് ഒക്കെ എന്താണ്, ഇപ്പോൾ എർത്ത് പറയണേ, എർത്ത് ഭൂമി, മണ്ണ് എണ്ണാൻ പറ്റുമോ, ഇല്ല. മണ്ണ് നമുക്ക് എണ്ണിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് എന്താണ്, അതൊരു അൺകൗണ്ടബിൾ നൗണാണ്. അപ്പോൾ അങ്ങനെ അത് മനസ്സിലാക്കുക.